ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ ഒന്നിച്ച് മണിപ്പൂരിനു വേണ്ടി, അവിടുത്തെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനായി പരിശുദ്ധാത്മാവ് നമ്മെല്ലാവരെയും ഒന്നിച്ച് കൂട്ടിയിരിക്കുകയാണ്. ദൈവാനുഗ്രഹത്തിൻ്റെ സമയമാണിത്. കർത്താവിൻ്റെ ഹൃദയം ഒത്തിരിയേറെ സന്തോഷിക്കുകയാണ്. ദൈവജനം തങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ, ദുരിതങ്ങളിൽ ദൈവത്തിൽ നിന്നുള്ള സഹായത്തിനു വേണ്ടി ഒരു മനസ്സോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളിലേക്ക് ദൈവശക്തി ഇറങ്ങി വരികയാണ്. ഈ ഒരു കൂട്ടായ്മയും പ്രാർത്ഥനയും ഒത്തിരിയേറെ കർത്താവിൻ്റെ ഹൃദയത്തെ ആനന്ദമുള്ളതാക്കുന്നു. സഹായം ദൈവത്തിൽ നിന്ന്. ദൈവജനത്തെ എപ്പോഴും സഹായിക്കുവാൻ ദൈവമായ കർത്താവ് സന്നദ്ധനാണ്. ഈ വലിയ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞ് കർത്താവായ ദൈവത്തിൽ ആശ്രയിക്കുവാനും ദൈവത്തിൽ നിന്നുള്ള സഹായത്തിനു വേണ്ടി നിലവിളിക്കുവാനും അതിനുവേണ്ടി നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനും നാം തയ്യാറായാൽ അത്ഭുതങ്ങൾ നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളിലും പ്രതിബന്ധങ്ങളിലും കാണുവാൻ നമുക്കിടവരും. വളരെ വലിയ വിനാശത്തിൻ്റെ ദിനങ്ങളിലൂടെയാണ് മണിപ്പൂരിലെ ജനം കടന്നു പോകുന്നത്. ഇന്നേക്ക് 46 ദിനങ്ങൾ പിന്നിടുകയാണ്. മെയ് 3 മുതൽ ആരംഭിച്ച ഈ ഒരു കലാപം ഇന്ന് എത്രയോ ജീവനുകൾ ഇന്ന് കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഏകദേശം 400ഓളം ക്രൈസ്തവ ദേവാലയങ്ങൾ അഗ്നിക്കിരയായി പല വിധത്തിലും തകർക്കപ്പെട്ടു. ലക്ഷക്കണക്കിന് വ്യക്തികള്, ജീവിതങ്ങൾ, പാവപ്പെട്ട മനുഷ്യരെ അവർ അഭയാർത്ഥി ക്യാമ്പുകളിലാണ്, പലരും വനാന്തരങ്ങളിലാണ്, ഒരുപാട് കഷ്ടതയിലാണ് ദൈവത്തിൻ്റെ ജനം. കർത്താവിൻ്റെ ജനം വലിയ കണ്ണുനീരിലും നൊമ്പരപ്പെടുന്ന ഒത്തിരിയേറെ മുറിവുകളിലുമാണ് മണിപ്പൂരിലെ സഭ ഇന്നായിരിക്കുന്നത്. ദൈവത്താൽ വിളിക്കപ്പെട്ട എനിക്കും നിങ്ങൾക്കും ഇവിടെ വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. കർത്താവിൻ്റെ ആത്മാവ് ഈ ഒരു പ്രതിസന്ധിയിലൂടെ എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? ഇത് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട് സഹോദരങ്ങളെ. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്നുള്ള സഹായത്തിനു വേണ്ടി ദൈവജനം ഒരുമിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ ദൈവിക ഇടപെടലുകൾ ദൈവജനത്തിൻ്റെ ചരിത്രത്തിൽ എക്കാലവും ദൈവമായ കർത്താവ് പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രാർത്ഥന വെറുതെ നേരം കളയാനുള്ള ഒരു കാര്യമായി ആരും കാണരുതേ. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു, ദൈവജനത്തിൻ്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയേക്കാൾ പവർഫുള്ളായ മറ്റൊരു ആയുധമില്ല. പ്രാർത്ഥനയെ ഇല്ലാതാക്കുവാൻ, പ്രാർത്ഥനയിലൂടെ വെളിപ്പെടുന്ന ദൈവശക്തിയെ നിർവീര്യമാക്കുവാൻ ഇതുവരെ പിശാചും മനുഷ്യരും മറ്റൊരായുധം കണ്ടുപിടിച്ചിട്ടില്ല, ഇനി കണ്ടുപിടിക്കാനും പോകുന്നില്ല. അത്രമാത്രം ശക്തിദായകമാണ് ദൈവജനത്തിന്റെ പ്രാർത്ഥന. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, മണിപ്പൂരിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വലിയ പ്രശ്നത്തെ, ഈ കലാപത്തെ, അക്രമങ്ങളെ ഇല്ലാതാക്കാൻ നമ്മുടെ മസിൽ പവർ കൊണ്ടും ബ്രെയിൻ പവർ കൊണ്ടും നമ്മുടെ മണി പവർ കൊണ്ടൊന്നും സാധ്യമല്ല. നമ്മൾ വളരെ നിസ്സാരരാണ്, നമ്മൾ ദുർബലരാണ്. ഇവിടെ ദൈവത്തിൻ്റെ ശക്തി തന്നെയാണ് നമുക്ക് ആവശ്യം.
ഈ വിഷയത്തിൽ കർത്താവിൽ നിന്ന് ശക്തി ഇറങ്ങണം. കർത്താവിൻ്റെ ബലമുള്ള കരങ്ങൾ ഈ പ്രതിസന്ധിയുടെ മേൽ വെളിപ്പെടുവാൻ നമ്മൾ ഒന്നിച്ച് നിലവിളിയോടെ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ റൂഹ തന്റെ ജനത്തിന് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. തന്റെ ജനത്തെ ആശ്വസിപ്പിക്കും. തന്റെ ജനത്തിന് സമാധാനം നൽകും. കലുഷിതമായ ആ ദേശദേശാന്തരങ്ങളെ കർത്താവിൻ്റെ ആത്മാവ് സുഖപ്പെടുത്തും. എൻ്റെ സഹോദരങ്ങളെ, പൂർണ്ണമായും വിശ്വസിക്കുക. സ്വർഗം തന്നിരിക്കുന്ന ഈ കൃപയുടെ 3 ദിനങ്ങളെ ഓർത്ത് നമുക്ക് കർത്താവിനോട് നന്ദി പറയാം. 32-ാം സങ്കീർത്തനം അവിടെ 6-ാം വചനത്തിൽ കർത്താവിന്റെ പരിശുദ്ധ വചനം പറയുന്നു, ആകയാൽ ദൈവഭക്തർ ആപത്തിൽ കർത്താവിനോട് പ്രാർത്ഥിക്കട്ടെ. ശ്രദ്ധിക്കണമേ, ദൈവത്തിന്റെ ജനം ആപത്തു നാളുകളിൽ, കഷ്ടതയുടെ നാളുകളിൽ, കണ്ണുനീരിന്റെ നാളുകളിൽ, കൊടിയ ദുരിതങ്ങളിൽ, തകർച്ചകളിൽ, അവർ നേരിടുന്ന ആക്രമങ്ങളിൽ, കലാപങ്ങളിൽ, കലുഷിതമായ സാഹചര്യത്തിൽ എന്താണ് ദൈവജനത്തോട് ദൈവത്തിന്റെ വചനം പറയുന്നത്? അവർ ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ. തങ്ങളുടെ രാജാവും കർത്താവുമായ, തങ്ങളുടെ അതിനാഥനും സർവാധിപനുമായ കർത്താവായ ദൈവത്തോട് അവർ പ്രാർത്ഥിക്കട്ടെ. എൻ്റെ സഹോദരങ്ങളെ, ഇത് പ്രാർത്ഥിക്കുവാനുള്ള സമയമാണ്. ജീവിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി ദൈവജനത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി, ദൈവജനത്തിന് സമാധാനത്തിന് വേണ്ടി, ദൈവജനം എവിടെയും ദൈവമായ കർത്താവിനാൽ പരിപാലിക്കപ്പെടുവാൻ വേണ്ടി നമ്മൾ ഒന്നിച്ച് നമ്മുടെ സഹോദരി സഹോദരങ്ങൾ, നമ്മുടെ സ്വന്തം സഹോദരങ്ങളാ, അവർക്കായി കണ്ണുനീരോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ട സമയം. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമുക്ക് ആവശ്യമായ സഹായം, നമുക്ക് ആവശ്യമായ ശക്തി, നമുക്ക് ആവശ്യമായ സംരക്ഷണം, നമുക്ക് ആവശ്യമായ പരിപാലന, നമുക്ക് ആവശ്യമായ നടത്തിപ്പ് ദൈവത്തിൽ നിന്നാണ് വരുന്നത്. സർവശക്തനും സർവാധിപനുമായ കർത്താവായ ദൈവത്തിൽ നിന്നാണ് നമുക്ക് ആവശ്യമായതെല്ലാം വരുന്നത്. ഹല്ലേലൂയ. വിശ്വസിക്കുക സഹോദരങ്ങളെ. ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് നിന്നായിരിക്കുന്നിടത്ത് എഴുന്നേറ്റ് നിന്ന് ഇരുകരങ്ങൾ കർത്താവിന് മുൻപിലേക്ക് ഒന്ന് തുറന്നു പിടിച്ച് നമ്മൾ അല്പസമയം കഴിയുമ്പോൾ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ്. അതിനു മുന്നോടിയായി കർത്താവിന്റെ വചനത്തിൽ നിന്ന് അഭിഷേകം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഈ ആരാധന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുക. കരങ്ങൾ തുറന്നു പിടിച്ച് എല്ലാവരും പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞങ്ങൾ തിരിച്ചറിയുന്നു ദൈവജനത്തിന് ആവശ്യമായ ശക്തിയും സഹായവും അഭിഷേകവും ധൈര്യവും പരിപാലനയും സംരക്ഷണവും കർത്താവായ ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളിത് പ്രഖ്യാപിക്കുന്നു. കർത്താവേ, ആത്മാവിനെ വർഷിക്കണമേ, പരിശുദ്ധാത്മാവേ വരണമേ, മണിപ്പൂരിലെ ജനത്തിന്റെ മേൽ, ദൈവജനത്തിന്റെ മേൽ അവിടുന്ന് ഇറങ്ങി വരണമേ. അവിടുത്തെ ഭരണകൂടത്തിന്റെ മേൽ അവിടുന്ന് പ്രവർത്തിക്കണമേ. മണിപ്പൂരിലെ സഭയുടെ മേൽ, സഭാ മക്കളുടെ മേൽ പരിശുദ്ധാത്മാവേ വരണമേ. അവരെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ, അവർക്ക് സമാധാനം നൽകണമേ, സംരക്ഷണം നൽകണമേ. പരിശുദ്ധാത്മാവേ, മണിപ്പൂരിലെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നിലവിളിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ. ലോകരാജ്യങ്ങളിൽ, ദേശദേശാന്തരങ്ങളിൽ, അനേകമിടങ്ങളിൽ പതിനായിരങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുവാൻ, ഒരു മനസ്സോടെ നിലവിളിക്കുവാൻ പരിശുദ്ധാത്മാവേ അവിടുത്തെ ജനത്തെ
ഉണർത്തണമേ, പ്രചോദിപ്പിക്കണമേ. കരമുയർത്തി വിളിക്കുന്നു ആത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഒന്നിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് മണിപ്പൂരിലെ ജനത്തിനു വേണ്ടി നിലവിളിച്ച് കർത്താവേ കരങ്ങൾ നീട്ടണമേ. അങ്ങയുടെ ജനത്തിന്റെ മേൽ കരങ്ങൾ നീട്ടണമേ. സമാധാനത്തിന്റെ കരങ്ങൾ, സംരക്ഷണത്തിന്റെ കരങ്ങൾ, കൃപയുടെ കരങ്ങൾ, പരിപാലനയുടെ കരങ്ങൾ കർത്താവെ നീട്ടിക്കൊടുക്കണമേ. അങ്ങയുടെ ജനം ആശ്വാസത്തിലേക്ക് വരട്ടെ. എല്ലാ ഭയങ്ങളും വിട്ടുമാറട്ടെ, എല്ലാ നിരാശകളും വിട്ടുമാറട്ടെ. കർത്താവെ കരുണ കാണിക്കണമേ. മണിപ്പൂരിലെ ഗവൺമെന്റിനോട് കരുണ കാണിക്കണമേ. മണിപ്പൂരിലെ സഭയോട് കരുണ കാണിക്കണമേ. ജനത്തോട് കരുണ കാണിക്കണമേ. കലാപകാരികളോട് കരുണ കാണിക്കണമേ. ആക്രമകാരികളോട് കരുണ കാണിക്കണമേ. കർത്താവേ അവിടുത്തെ ജനത്തിന് നീതി നടത്തി കൊടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ കരങ്ങൾ യാചനാപുരം തുറന്നു പിടിച്ച് കർത്താവിന്റെ സന്നിധിയിൽ കരങ്ങൾ നീട്ടിപ്പിടിച്ച് വിശ്വാസത്തോടെ സഹായം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ദൈവജനത്തിന് ആവശ്യമായ സംരക്ഷണവും ശക്തിയും കർത്താവിൽ നിന്നാണ് വരുന്നത്. ഈ വലിയ ബോധ്യത്തോടെ നമ്മൾ ഒന്നിച്ചു പാടി പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു ലോർഡ്, യു വർഷിപ്പ് ലോർഡ്. ആമേൻ. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ചേ ഞാനെന്നും വഴി നടക്കും. എല്ലാവരും ചേർന്ന് പാടുകേ. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ നമ്മുടെ യോദ്ധാവായി നമ്മുടെ പക്ഷത്ത് നമ്മുടെ കർത്താവായ ദൈവമുണ്ട്. കരം പിടിച്ച് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈശോയെ. ഞാനെന്നും വഴി നടക്കും. സൈന്യനീര പോലെ എന്നെ വളഞ്ഞാലും ദൈവത്തിന്റെ കരം എന്നെ കരുതും. വൈരികളൊന്നായി എന്നെ എതിർത്താലും യേശുവിനായി ഞാൻ പൊരുതും. ആ തീരുമാനത്തോടെ പാടുകേ. ദൈവജനത്തിന്റെ സംരക്ഷണത്തിനായി സമാധാനത്തിനായി ആഗ്രഹിച്ചുകൊണ്ട് ഒന്നിച്ചു പാടുന്നു. കർത്താവേ കൃപ ചെയ്യണമേ, കൃപ ചെയ്യണമേ. പൊരുതും കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും മണിപ്പൂരിൽ ജനത്തിന് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിച്ചു പാടുന്നു. കർത്താവേ കരങ്ങൾ നീട്ടണമേ. കൃപയുടെ കരങ്ങൾ, പരിപാലനയുടെ കരങ്ങൾ, സമാധാനത്തിന്റെ കരങ്ങൾ, സംരക്ഷണത്തിന്റെ കരങ്ങൾ കർത്താവേ അവിടുത്തെ ജനത്തെ നീട്ടിക്കൊടുക്കണമേ. അങ്ങയുടെ ജനത്തിന് നീട്ടിക്കൊടുക്കണമേ. കലാപകാരികൾ, അക്രമകാരികളിൽ ദൈവസ്നേഹം നിറയട്ടെ, ദൈവകരുണ നിറയട്ടെ. സ്പിരിറ്റ് മൂവ്. ആത്മാവേ വ്യാപരിക്കണമേ. പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ. പരിശുദ്ധാത്മാവേ പ്രവർത്തിക്കണമേ. ഇതിന്റെ പുറകിലുള്ള അന്ധകാര ശക്തികൾ, ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ, പൈശാചികാധിപത്യങ്ങൾ നിർവീര്യമായി പോകട്ടെ. കർത്താവേ സമാധാനം നൽകണമേ. സമാധാന രാജാവായ ഈശോയെ അവിടുത്തെ സമാധാനം മണിപ്പൂരിൽ ജനത്തിന് നൽകണമേ, സഭയ്ക്ക് നൽകണമേ. ഈശോ, ഈശോ കരമുയർത്തി ഈശോ, ഈശോയെ ഹല്ലേലൂയ, ഹല്ലേലൂയ വിളിച്ച് വിശ്വാസത്തോടെ വിളിച്ച്, വിശ്വാസത്തോടെ വിളിച്ച് കർത്താവായ യേശുവിന്റെ നാമം വിളിച്ച്, അത്ഭുത നാമം വിളിച്ച്, വിമോചിപ്പിക്കുന്ന നാമം വിളിച്ച്, കൃപയുടെ നാമം വിളിച്ച്, സൗഖ്യത്തിന്റെ നാമം വിളിച്ച്, ദൈവജനത്തിന് എന്നും സംരക്ഷണമായ യേശുവിന്റെ നാമം വിളിച്ച്, ഈശോയെ, ഈശോയെ കൃപ ചെയ്യണമേ, കരുണ കാണിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ. മണിപ്പൂരിലെ ജനത്തിന്റെ മേൽ, മണിപ്പൂരിലെ ഗവൺമെന്റിന്റെ മേൽ, മണിപ്പൂരിലെ സഭയുടെ മേൽ കർത്താവേ കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ മക്കളെ പ്രത്യേക മണിപ്പൂരിലെ ജനത്തിന് വേണ്ടി
മണിപ്പൂരിലെ സഭയെയും മണിപ്പൂരിലെ ഗവൺമെന്റിനെയും ആക്രമിക്കപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വീടും നാടും വിട്ട് വനാന്തരങ്ങളിൽ കഴിയുന്ന 10,000-കണക്കിന് ചില സഹോദരി സഹോദരങ്ങളെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്ന അമ്മേ, ഈ വലിയ പ്രതിസന്ധി ഏറ്റെടുക്കണമേ. അമ്മയുടെ മാധ്യസ്ഥം നൽകണമേ, സഹായം നൽകണമേ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങളും ഞങ്ങൾ സ്വീകരിക്കുവാൻ സർവ്വേശ്വര പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. ആമേൻ. എല്ലാവരും അല്പസമയം ശാന്തമായിരുന്നേ. കർത്താവിൽ എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഏതാനും സമയം കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് അഭിഷേകം സ്വീകരിച്ച് പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. മണിപ്പൂരിലെ കർത്താവിൻ്റെ ജനത്തിന് വേണ്ടി, നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഈ 3 ദിനക്കാലം, തുറന്നു വരുന്ന 3 ദിനങ്ങൾ നമ്മൾ ഒന്നിച്ചു പ്രാർത്ഥിക്കാൻ പോവാണ്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ മനസ്സാണ്. കർത്താവ് ഒത്തിരിയേറെ തൻ്റെ ജനത്തിൻ്റെ സംരക്ഷണത്തിനും വിമോചനത്തിനും വേണ്ടി ദൈവജനം പ്രാർത്ഥിക്കുവാനായി ഈ നാളുകളിൽ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് സഭയോട് പറഞ്ഞു, റോമാക്കാർക്ക് ഇത് ലേഖനം 8-ാം അധ്യായം 31-ാമത്തെ തിരുവചനമാണ്. കർത്താവിൻ്റെ പരിശുദ്ധ വചനം പറയുകയാണ്, ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? സഹോദരങ്ങളെ, വളരെ ശക്തമായൊരു വചനമാണിത്. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? ദൈവം കൂടെയുള്ള ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ എത്രയോ അനുഗ്രഹീതരാണ്. ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? ദൈവത്തെ നമ്മുടെ കൂടെ നിർത്തുവാൻ നമുക്ക് സാധിക്കണം. കർത്താവായ ദൈവത്തെ നാം കൂടെ നിർത്തുന്നതിൽ പരാജയപ്പെടുന്നത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് നാശവും തകർച്ചയും കൊടിയ ദുരിതവും വലിയ പരാജയങ്ങളെല്ലാം സംഭവിക്കുന്നത്. സർവശക്തനായ ദൈവമായ കർത്താവിനെ ദൈവജനം എപ്പോഴും കൂടെ നിർത്തുമ്പോൾ ഒരു ശക്തിക്കും ഒരു തിന്മയ്ക്കും ദൈവജനത്തെ നശിപ്പിക്കുവാനോ തകർക്കുവാനോ സാധിക്കുകയില്ല. ഒരു വലിയ യാഥാർത്ഥ്യം പരിശുദ്ധ വചനം പഠിപ്പിക്കുകയാണ്. സർവശക്തനായ ദൈവം നമ്മോട് കൂടെ ഉള്ളപ്പോൾ ആര് നമുക്ക് എതിര് നിൽക്കും? ആര് നമ്മളെ നശിപ്പിക്കും? ആര് നമ്മളെ ഇല്ലായ്മ ചെയ്യും? ഒരു ശക്തിക്ക് അത് സാധ്യമല്ല സഹോദരങ്ങളെ. ദൈവത്തെ കൂടെ നിർത്തുന്നതിൽ നമ്മൾ പരാജയപ്പെടുമ്പോഴാണ് ദൈവജനം എവിടെയും നാശത്തിലേക്കും പരാജയത്തിലേക്കും പോയിട്ടുള്ളത്. എബ്രായ പുസ്തകം 13:6 മനോഹരമായൊരു പ്രോമീസ് കർത്താവ് നമുക്ക് തരുന്നുണ്ട്. എബ്രായ പുസ്തകം 13:6. അതിനാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം, കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? എൻ്റെ സഹോദരങ്ങളെ, ഈ മണിപ്പൂരിലെ ഈ വിഷയവുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പലപ്പോഴും നമ്മൾ അവിടുത്തെ കാഴ്ചകൾ ഭയാനകമായ, നമ്മുടെ ഹൃദയത്തെ തകർക്കുന്ന, വളരെയധികം നമ്മളെ വേദനിപ്പിക്കുന്ന, ഒത്തിരിയേറെ നമ്മുടെ മനസ്സിനെ മുറിപ്പെടുത്തുന്ന കാഴ്ചകളും വാർത്തകളുമാണ് ഓരോ ദിനവും നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത്. പലപ്പോഴും നമ്മളിത് കാണുമ്പോൾ കേൾക്കുമ്പോൾ, കർത്താവേ, എവിടെ നിന്നാണ് ഒരു ആശ്വാസം ലഭിക്കുക? എവിടെ നിന്നാണ് ഒരു സഹായം ലഭിക്കുക? ദൈവത്തിൻ്റെ പരിശുദ്ധ വചനം പറയാണ്, കർത്താവ് നമ്മുടെ സഹായകനാണ്. ദൈവജനത്തിൻ്റെ നിത്യസഹായകൻ എപ്പോഴും ദൈവമായ കർത്താവ് തന്നെയാണ്. അതിനാൽ മനുഷ്യന് എന്ത് ചെയ്യാൻ കഴിയും? ഒരു ശക്തിക്കും
ദൈവജനത്തെ നശിപ്പിച്ചില്ലായ്മ ചെയ്യാൻ സാധിക്കില്ല സഹോദരങ്ങളെ. കർത്താവ് നമ്മുടെ നിത്യസഹായകനാണ്. ഈ നിത്യസഹായകനായ കർത്താവിൽ എപ്പോഴും ആശ്രയിക്കുവാൻ, ശരണപ്പെടുവാൻ ദൈവജനത്തിന് കഴിയണം സഹോദരങ്ങളെ. പ്രതിസന്ധികളെ പ്രാർത്ഥനയാക്കുവാൻ കർത്താവിൻ്റെ ജനത്തിന് എപ്പോഴും സാധിക്കണം. ഓരോ പ്രതിസന്ധിയെയും പ്രാർത്ഥനയാക്കി മാറ്റുക. മണിപ്പൂരിലുള്ള ഈ വലിയ പ്രതിസന്ധിയെ നമ്മൾ പ്രാർത്ഥനയാക്കി മാറ്റുമ്പോൾ അവിടെ എന്താണ് പ്രവർത്തിക്കേണ്ടതെന്ന് സർവശക്തനായ കർത്താവിന് അറിയാം. അവിടെ ദൈവത്തിൻ്റെ ജനത്തിന് ദൈവം സമാധാനം കൊടുക്കും, സംരക്ഷണം കൊടുക്കും, പരിപാലനം കൊടുക്കും. ആ വംശീയ കലാപങ്ങൾക്ക് കർത്താവായ ദൈവം അറുതി വരുത്തും. എപ്പോഴാണ്? നമ്മുടെ പ്രാർത്ഥനയിലൂടെ, നമ്മുടെ കണ്ണുനീരുകളിലൂടെ. നമ്മൾ മുട്ടുമടക്കി കരം വിരിച്ച് നിലവിളിക്കുമ്പോൾ സഹായം ദൈവത്തിൽ നിന്ന് വരും. വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. മക്കാബരൻ 2-ാം പുസ്തകം 8-ാം അധ്യായം 18-ാമത്തെ തിരുവചനം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായൊരു വചനമാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇതും വെറും വായിച്ചു പോകാനുള്ളൊരു വചനമല്ല, ഒരു കഥ പോലെ വായിച്ചു വിടാനുള്ള വചനങ്ങളാണോ ഇത്? ഒരിക്കലുമല്ല. തൻ്റെ ജനത്തിനു വേണ്ടി എന്നും വീരോടെ പ്രവർത്തിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചും ദൈവത്തിൻ്റെ കരുതലിനെ കുറിച്ചുമാണ് ഈ പരിശുദ്ധ വചനത്തിലൂടെ പരിശുദ്ധ റൂഹ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ആ വചനം ഒരുമിച്ച് നമുക്ക് വായിക്കാം. അവൻ വീണ്ടും പറഞ്ഞു, അവർ ആയുധത്തിലും സാഹസകൃത്യങ്ങളിലും ആശ്രയിക്കുന്നു. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട്, ശ്രദ്ധിക്കണമേ, ലോകം മുഴുവനെയും അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. എൻ്റെ സഹോദരങ്ങളെ, എത്ര പവർഫുള്ളായൊരു വചനമാണിത്. എൻ്റെ സഹോദരങ്ങളെ, ഒരു പ്രതിസന്ധികളെയും നമ്മൾ ഭയപ്പെടേണ്ട. പ്രതിസന്ധികളെ പ്രാർത്ഥനയാക്കുക. തൻ്റെ ജനത്തിനു വേണ്ടി വീരോടെ ദൈവം പ്രവർത്തിക്കുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. മണിപ്പൂരിലെ ആ ഒരു ക്രൈസിസ് നമുക്കറിയാം. 2 വിഭാഗങ്ങൾ തമ്മിലുള്ള കലാപമാണ് അത് ആരംഭത്തിൽ ഉണ്ടായത്. മലമ്പ്രദേശത്ത് താമസിക്കുന്ന കുക്കി ഗോത്ര വിഭാഗം. ഈ കുക്കീസ് അവരെ മുഴുവൻ ക്രൈസ്തവരാണ്. മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്ന ക്രൈസ്തവരാണ്. ഇംഫാം താഴ്വരയിൽ താമസിക്കുന്ന മെയ്തൈ വിഭാഗം. അപ്പോൾ കുക്കീസും മെയ്തൈസ് ഇവർ തമ്മിലാണ് ഈ കലാപം ആരംഭിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഈ മെയ്തൈ വിഭാഗത്തിന് പട്ടികവർഗ പദവി നൽകുന്ന കാര്യം പരിഗണിക്കാൻ അവിടുത്തെ കോടതിയുടെ നിർദ്ദേശമുണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ നടന്ന ട്രൈബൽ മാർച്ചിൻ്റെ സമാപനത്തിലാണ് ഈ കലാപം ആരംഭിച്ചത്. അത് ഇക്കഴിഞ്ഞ മെയ് 3-ാം തീയതിയായിരുന്നു. 100 കണക്കിന് വ്യക്തികൾ മരിച്ചു. ഇത് ഒഫീഷ്യലായിട്ട്. പക്ഷേ അതിനേക്കാൾ എത്രയോ വ്യക്തികൾ അവിടെ മരണപ്പെട്ടു കഴിഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1900 മുതലാണ് മണിപ്പൂരിൽ ക്രൈസ്തവ അവിടെ ഉണ്ടാകുന്നത്. 1950 മുതലാണ് കത്തോലിക്ക വിശ്വാസം, ഏകദേശം 50-60 വർഷമായിട്ടുള്ള കത്തോലിക്ക വിശ്വാസം മണിപ്പൂരിൽ രൂപപ്പെട്ടത്. അതിരൂപത ഇംഫാലാണ്. ആർച്ച് ബിഷപ്പ് ഡൊമിനിക് ലൂമാനാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അവിടെ 42% മണിപ്പൂരിലെ ജനസംഖ്യയിൽ 42% ക്രൈസ്തവരാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മളതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലമോ അതിൻ്റെ സാമൂഹ്യ പശ്ചാത്തലമോ വിശകലനം ചെയ്യാനല്ല നമ്മൾ ഈ ശുശ്രൂഷ ഒരുക്കിയിരിക്കുന്നത്. പ്രതിസന്ധി എന്ത് തന്നെയാവട്ടെ, നമുക്കറിയാം അതിൽ പല ടാർഗറ്റുകളുണ്ടാകാം, പല ലക്ഷ്യങ്ങളുണ്ടാകാം, പലതും ഉണ്ടാകാം. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ചെയ്യേണ്ടത്
സഹായം ദൈവത്തിൽ നിന്നാണ്. ഈ ഒരു വലിയ പ്രതിസന്ധിയുടെ മേൽ, ഈ കൊടിയ വിനാശത്തിൻ്റെ മേൽ, ഈ കൊടിയ ദുരിതത്തിൻ്റെ മേൽ കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെടുവാനും കർത്താവിൽ നിന്ന് സഹായം ലഭിക്കുവാനുമായി നമ്മൾ ഒന്നിച്ച് നിലവിളിക്കുകയാണ്. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ദൈവജനത്തിന്റെ പ്രാർത്ഥനകളും നിലവിളികളും നിഷ്ഫലമായി പോകാൻ ഒരിക്കലും കർത്താവ് സമ്മതിക്കുകയില്ല. സഹോദരങ്ങളെ, ദൈവജനത്തിന്റെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ എവിടെയെല്ലാം ജനം ഒന്നിച്ച് നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവത്തിന് സഹായം വന്ന് ദൈവജനത്തിന് അത്ഭുതകരമായ സംരക്ഷണവും പരിപാലനയും എക്കാലവും ലഭിച്ചിട്ടുണ്ട്. അത് ഇന്നും ഈ മണിപ്പൂർ വിഷയത്തിൻ്റെ മേൽ പ്രകടമായി നൽകുവാൻ കർത്താവ് വിശ്വസ്തനാണ്. സാമുവേലിൻ്റെ 1-ാം പുസ്തകത്തിലേക്ക് നിങ്ങൾ വരണം. 7-ാം അധ്യായം 7-ാമത്തെ വചനം. നമുക്ക് പെട്ടെന്ന് വചനങ്ങൾ എടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങാം. 1 സാമുവേൽ 7:7. അവിടെ ഇസ്രായേൽക്കാർ മിസ്പായിൽ ഒരുമിച്ച് കൂടിയെന്ന് കേട്ടപ്പോൾ ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ഇസ്രായേലിനെ ആക്രമിക്കാൻ പുറപ്പെടുകയാണ്. ദൈവജനത്തെക്കാൾ ശക്തരായിരുന്നു, ഇസ്രായേൽക്കാരെക്കാൾ ശക്തരായിരുന്നു മാനുഷികമായി നമ്മൾ ചിന്തിച്ചാൽ ഫിലിസ്ത്യര്. ശക്തമായ സൈന്യമുണ്ട്, എല്ലാവിധത്തിലും ഫിലിസ്ത്യർക്കായിരുന്നു മേൽക്കോയ്മ. ഈ ഫിലിസ്ത്യര് ഇസ്രായേൽ ജനത്തെ, ദൈവജനത്തെ നശിപ്പിക്കുവാൻ, ആക്രമിക്കുവാനായി മിസ്പയിലേക്ക് വരികയാണ്. കാരണം മിസ്പായിൽ ഇസ്രായേൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു എന്നുള്ള വാർത്ത ഫിലിസ്ത്യര് കേട്ടു. 8-ാമത്തെ വചനം എന്താ പഠിപ്പിക്കുന്നത്? ഇസ്രായേൽക്കാർ ഭയചകിതരായി. ശ്രദ്ധിക്കണമേ, ദൈവജനം ഭയപ്പെട്ടു. കാരണം തങ്ങളെക്കാൾ അതിശക്തരായ സൈന്യമാണ് ഫിലിസ്ത്യ സൈന്യം. അവരുടെ ആൾബലവും അവരുടെ രാഷ്ട്രീയ ബലവും അവരുടെ സൈനിക ബലവുമെല്ലാം ഇസ്രായേൽ ജനത്തിന് നല്ലതുപോലെ അറിയാം. ഫിലിസ്ത്യർ എന്ന് കേൾക്കുമ്പോഴേക്കും ജനം ഭയപ്പെട്ടു. ഇസ്രായേൽക്കാർ ഭയപ്പെടുകയാണ്. അവർ ഭയചകിതരായി വലിയ നിലവിളിയോടെ അവരെന്ത് ചെയ്തു? തങ്ങളെ രക്ഷിക്കുന്നതിന് ദൈവമായ കർത്താവിനോട് നിരന്തരം പ്രാർത്ഥിക്കണമേ എന്ന് അവർ സാമുവേലിനോട് അപേക്ഷിച്ചു. ശ്രദ്ധിക്കണമേ. കണ്ടു, എക്കാലവും ദൈവജനത്തിന് ആവശ്യമായ സംരക്ഷണം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. 9-ാമത്തെ വചനം, പരിശുദ്ധ വചനം എന്താ പറയുന്നത്? സാമുവേൽ മുലകുടി മാറാത്ത ഒരു ആട്ടിൻകുട്ടിയെ സമ്പൂർണ്ണ ദഹനബലിയായി കർത്താവിന് അർപ്പിച്ചു. അവർ ഒന്നിച്ചു പ്രാർത്ഥിക്കുകയാണ്, ബലിയർപ്പിക്കുകയാണ്, കർത്താവിനെ ആരാധിക്കുകയാണ്, കർത്താവിന്റെ നാമം വിളിക്കുകയാണ്, നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ സെക്കൻഡ് ശ്രദ്ധിച്ച് ഇന്നും ഇതാ ചെയ്യേണ്ടത്. മണിപ്പൂരിൽ ദൈവിക സമാധാനം ഉണ്ടാകാൻ ധാരാളം പരിശുദ്ധ കുർബാന അർപ്പണങ്ങൾ നടക്കണം. കേരള സഭയിൽ ആയിരക്കണക്കിന് കുർബാന അർപ്പണങ്ങൾ നടക്കണം. ബഹുമാനപ്പെട്ട വന്യവൈദികർ ഈ കാര്യത്തിൽ വളരെ ഉത്സുകരാകണം. അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ, ദൈവത്തിൻ്റെ സഹായം ലഭിക്കാൻ, സമാധാനമുണ്ടാകാൻ, സ്വസ്ഥതയുണ്ടാകാൻ, കലാപകാരികൾക്ക് മനസാന്തരമുണ്ടാകാൻ, അനുതാപമുണ്ടാകാൻ നമ്മൾ ധാരാളം പരിശുദ്ധ കുർബാനകളെ അർപ്പിക്കണം. ദിവ്യകാരുണ്യ ആരാധനകൾ ഉയർത്തണം. പരിശുദ്ധ ജപമാല പ്രാർത്ഥനകൾ, ദൈവകരുണയ്ക്ക് വേണ്ടിയുള്ള കരുണയുടെ ജപമാലകൾ, പരിഹാര പ്രാർത്ഥനകൾ, കണ്ണുനീരോടുകൂടിയുള്ള യാചന പ്രാർത്ഥനകൾ ദൈവജനത്തിൽ നിന്ന് ഉയരുമ്പോൾ അത്ഭുതകരമായി ദൈവത്തിൽ നിന്ന് ശക്തി പുറപ്പെടും. ആ പ്രതിസന്ധിയുടെ മേൽ കർത്താവിൻ്റെ കരം പ്രബലപ്പെടും. സഹോദരങ്ങളെ, ഇവിടെ സാമുവേല് ദൈവജനത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ ബലിയർപ്പണത്തിൽ ജനം ഒന്നിച്ചു കൂടുന്നു, അവരും നിലവിളിക്കുന്നു, ദൈവസന്നിധിയിൽ കരയുന്നു, വിലാപം ആചരിക്കുന്നു. 9-ാമത്തെ വചനം എന്താ പറയുന്നത്? അവൻ ഇസ്രായേലിന് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു. ജനം മുഴുവൻ പ്രാർത്ഥിക്കുകയാണ്. പ്രവാചകനായ സാമുവേൽ പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് അവന്റെ പ്രാർത്ഥന ശ്രവിച്ചു. 10-ാമത്തെ തിരുവചനം,
നിങ്ങൾ ഒരുമിച്ച് ഉച്ചത്തിൽ വായിക്കണം. ഇങ്ങനെ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചു, നിലവിളിയോടെ ജനം ഒന്നിച്ചു പ്രാർത്ഥിച്ചു. അവർ ദൈവത്തെ ആശ്രയിച്ചു. കർത്താവിൽ നിന്നുള്ള സഹായത്തിന് വേണ്ടി അവർ കർത്താവിലേക്ക് തിരിഞ്ഞ് അവർ ഒരു മനസ്സോടെ നിലവിളിക്കുകയാണ്. എന്താ സംഭവിച്ചത്? സാമുവേൽ ദഹനബലി അർപ്പിച്ചുകൊണ്ടിരിക്കവേ ഫിലിസ്ത്യർ ഇസ്രായേലരെ ആക്രമിക്കാൻ അടുത്തുകൊണ്ടിരുന്നു. ഈ സമയത്ത് കൊണ്ട് തൊട്ടടുത്തെത്തി അവരെ നശിപ്പിച്ച് കളയാൻ ഈ സമയത്ത് ദൈവമായ കർത്താവ് എന്തു ചെയ്തു? കർത്താവ് ഭയങ്കരമായ ഒരു ഇടിനാദം മുഴക്കി ഫിലിസ്ത്യരെ സംഭ്രാന്തരാക്കി. ഹല്ലേലൂയ. തന്റെ ജനത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി, തന്റെ ജനത്തിന്റെ സമാധാനത്തിന് വേണ്ടി, തന്റെ ജനത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഭയങ്കരമായ ഒരു ഇടിനാദം മുഴക്കിയിട്ട് ദൈവമായ കർത്താവ് ഫിലിസ്ത്യ സൈന്യത്തെ ഭയചകിതരാക്കി. അവരെ ഭയചകിതരാക്കി. ഫിലിസ്ത്യർ എന്ത് ചെയ്തു? പാളയാനം ഓടിപ്പോവുകയാണ്. ഇസ്രായേൽ ജനത്തെ വിട്ട് ഓടിപ്പോവുകയാണ്. സഹോദരങ്ങളെ, അത്ഭുതകരമായ ആ ഡിവൈൻ പ്രൊട്ടക്ഷൻ, ദൈവിക സംരക്ഷണം ദൈവജനത്തിന് ലഭിക്കുകയാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ മണിപ്പൂർ ഇതുപോലെ ഈ കലാപവും അക്രമവും കൊലപാതകങ്ങളും അതുപോലെ ഗവൺമെൻറ്റിൻ്റെയും മറ്റ് രാഷ്ട്രീയ അധികാരികൾ, പോലീസ്, ഇവരുടെയൊക്കെ വേണ്ട വിധത്തിൽ കൃത്യതയോടുകൂടിയുള്ള ഇടപെടലുകൾ പലപ്പോഴും അവിടെ നമ്മൾ കാണുന്നില്ല. ചില നിസ്സംഗതകളൊക്കെ ഉണ്ട്. ഇതുമൂലം എന്ത് സംഭവിക്കുന്നു? വലിയ തകർച്ച അവിടെ വരികയാണ്. എൻ്റെ സഹോദരങ്ങളെ, കുക്കീസിന് വേണ്ടിയും വേദിക്ക് വേണ്ടിയും നമുക്ക് തീഷ്ണതയോടെ ഈ രണ്ട് വിഭാഗങ്ങൾക്ക് വേണ്ടി നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. ഒപ്പം മണിപ്പൂരിലെ ഗവൺമെൻറ്റിന് വേണ്ടി, മണിപ്പൂരിലെ സഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ഇതാണ് നമ്മുടെ ഈ പ്രതിസന്ധിയിൽ നമ്മുടെ ഉത്തരവാദിത്തം എന്താ? ഞാനൊരു വചനം കൂടി പറഞ്ഞ് നമുക്ക് ആരാധിക്കാനായിട്ട് ഒരുങ്ങാം. എൻ്റെ സഹോദരങ്ങളെ, ദിനവൃത്താന്ത പുസ്തകത്തിൽ എന്നെ ഒത്തിരി സ്വാധീനിച്ചൊരു വചനമാണത്. 2 ദിനവൃത്താന്തത്തിൻ്റെ 2-ാം പുസ്തകം 32-ാം അധ്യായം 20-ാമത്തെ വചനമാണ്. അസിറിയ സൈന്യം ഇസ്രായേലിനെ ആക്രമിക്കാൻ വരികയാണ്. അസിറിയക്കാരുടെ രാജാവ് സെനഖെരീബാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ രാജാവ് അന്ന് ഹെസക്കിയാണ്. ഒരു വലിയ സൈന്യം ഈ വെട്ടുകിളി പോലെ ഇങ്ങനെ വളരെ ശക്തമായ സൈന്യമാണ് അസിറിയ സൈന്യം. ഇസ്രായേൽക്കാരെ നശിപ്പിക്കുവാൻ വേണ്ടി പാഞ്ഞു വരുന്നു. ഈ സമയത്ത് രാജാവായ ഹെസക്കിയ, പ്രവാചകനായ യേശയ്യാ അവരെന്താ ചെയ്തത്? ആ വചനം നിങ്ങൾ ഒരു ഉച്ചത്തിൽ വായിച്ച്. ഹെസക്കിയ രാജാവും ആമോസിന്റെ മകനായ യേശയ്യാ പ്രവാചകനും സ്വർഗത്തിലേക്ക് സ്വരമുയർത്തി പ്രാർത്ഥിച്ചു. ശ്രദ്ധിക്കണമേ, സ്വർഗത്തിലേക്ക് സ്വരമുയർത്തി പ്രാർത്ഥിച്ചു. സഹോദരങ്ങളെ, പ്രതിസന്ധികളെ, കലാപങ്ങളെ, ആക്രമങ്ങളെ പ്രാർത്ഥനയാക്കി നമ്മൾ മാറ്റണം. പ്രതിസന്ധികളെ പ്രാർത്ഥനയാക്കി മാറ്റണം. ഒരു പ്രതിസന്ധിയെയും നമ്മൾ ഭയപ്പെടേണ്ട. ശ്രദ്ധിക്കണമേ, പ്രതിസന്ധികളെ ദൈവജനം പ്രാർത്ഥനയാക്കി മാറ്റുക. ഈ വലിയ കൊടിയ പ്രതിസന്ധിയുടെ നടുവിൽ രാജാവായ ഹെസക്കിയായും പ്രവാചകനായ യേശയ്യായും അവർ ഒന്നിച്ച് ദൈവജനത്തിൻ്റെ വിമോചനത്തിനു വേണ്ടി, ദൈവജനത്തിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി, ദൈവജനത്തിൻ്റെ സമാധാനത്തിനു വേണ്ടി സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി നിലവിളിച്ച് ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഈ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. ഈ പ്രാർത്ഥന കർത്താവിനെ ചലിപ്പിക്കും. ഈ പ്രാർത്ഥന കർത്താവിൽ നിന്ന് ശക്തിയെ പുറപ്പെടുവിക്കും. ഈ പ്രാർത്ഥന കർത്താവിൽ നിന്ന് അഗ്നിയെ ഇറക്കും. നമ്മൾ സംശയിക്കേണ്ട. പുറപ്പാട് 14:14 കാണുന്നുണ്ട്, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഇനി പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ്. ശക്തമായി പ്രാർത്ഥിക്കാൻ, ഒരു നിലവിളിച്ച് പ്രാർത്ഥിക്കണം. വലിയ ഇടപെടലുകൾക്ക് വേണ്ടി. ഇത് നേരം കളയാനുള്ള പരിപാടിയല്ല സഹോദരങ്ങളെ. നിങ്ങൾ കുടുംബങ്ങളിലായിരിക്കുന്നവർ, സമൂഹങ്ങളിലായിരിക്കുന്നവർ, വിവിധ രാജ്യങ്ങളിലായിരുന്ന്, വിവിധ ദേശങ്ങളിലായിരുന്ന്
നമ്മൾ ഒരുമിച്ച് ഈ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ അടുത്ത 3 ദിനങ്ങൾ സാധിക്കുന്നവരെ നിങ്ങൾ ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുക. കൊച്ചു കൊച്ചു ത്യാഗങ്ങൾ എടുത്ത് എന്തിനു വേണ്ടി? മണിപ്പൂരിൽ അവിടെ സമാധാനമുണ്ടാകാൻ, മണിപ്പൂരിലെ ജനം കർത്താവിൻ്റെ സ്വസ്ഥതയിൽ നിറയാൻ, അവിടെയുള്ള ആക്രമകാരികളിലും കലാപകാരികളിലും കുക്കികളായിട്ടുള്ള ഗോത്രവർഗക്കാര്, അതുപോലെ മെയ്ത്തികൾ, അവരിലും പരിശുദ്ധാത്മം നിറയാൻ വേണ്ടി, ദൈവസ്നേഹം നിറയാൻ വേണ്ടി, സമാധാനത്തിൻ്റെ ആത്മാവ്, കൃപയുടെ ആത്മാവ് ഇരു വിഭാഗങ്ങളിലും ഇരു ഗോത്രങ്ങളിലും നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. മണിപ്പൂരിലെ ഗവൺമെൻറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുക, അവിടുത്തെ CM ചീഫ് മിനിസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മറ്റ് മിനിസ്റ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുക, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ജുഡീഷ്യറിക്ക് വേണ്ടി, മറ്റ് ഗവൺമെൻറ് ഒഫീഷ്യൽസിന് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്തോടെ, പരിശുദ്ധാത്മാവിൻ്റെ വിവേകത്തോടെ ഈ വലിയ പ്രതിസന്ധിയെ കൈകാര്യം ചെയ്ത് അവിടെ സമാധാനം കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ അവിടുത്തെ ഭരണകൂടത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. മണിപ്പൂരിലെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത് നേരം കളയാനുള്ള സമയമല്ല. സീരിയസ് ആയി നിങ്ങൾ ഈ ശുശ്രൂഷയെ കാണണം, ഗൗരവത്തോടെ കാണണം. നിസാരമായി, ലാഘവമായി, അനാസ്ഥമായി, അശ്രദ്ധയായി നിങ്ങൾ ആ രീതിയിൽ സംബന്ധിക്കരുത്. ഇന്നും നാളെയും മറ്റന്നാളും 3 ദിനങ്ങൾ സ്വർഗം സമ്മാനിച്ചിരിക്കുക. നിങ്ങൾ അനേകരോട് പറയണം ഈ ആരാധന ശുശ്രൂഷയിലേക്ക് വരുവാൻ. എനിക്ക് ഉറപ്പുണ്ട്, നമ്മൾ ഒന്നിച്ചു പ്രാർത്ഥിച്ചാൽ, നമ്മൾ മാത്രമല്ല, അനേകം വൈദികർ, അഭിയുന്ന പിതാക്കന്മാർ, സമർപ്പിതർ, ഒത്തിരിയേറെ ശുശ്രൂഷകർ വിവിധ രാജ്യങ്ങളിൽ, വിവിധ ദേശങ്ങളിൽ ഇരുന്ന് ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ അടുത്ത ദിനങ്ങളിൽ കർത്താവ് അവിടെ ഇടപെടുന്നത്, പ്രവർത്തിക്കുന്നത്, തന്റെ ജനത്തിന് സമാധാനം നൽകുന്നത്, ആ പ്രതിസന്ധികളിൽ ദൈവകരം വെളിപ്പെടുന്നത് സഹോദരങ്ങളെ കാണുവാൻ പരിശുദ്ധാത്മാവ് ഇടവരുത്തും. ഹല്ലേലൂയ. ഇത് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ആരാധന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. യെശയ്യായും രാജാവായ ഹെസക്കിയായും സ്വർഗത്തിലേക്ക്, ദൈവമായ കർത്താവിന്റെ സന്നിധിയിലേക്ക് കരമുയർത്തി നിലവിളിച്ച് പ്രാർത്ഥിച്ചതുപോലെ നമ്മൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ ദൂതന്മാരവിടെ ഇറങ്ങട്ടെ. മണിപ്പൂരിന്റെ മേൽ, ആ ദേശത്ത്, ആ സംസ്ഥാനത്ത് പ്രശ്നങ്ങൾ നടക്കുന്ന, കലാപങ്ങൾ നടക്കുന്ന, ആക്രമണങ്ങൾ നടക്കുന്ന ഇടങ്ങളിലേക്ക് കർത്താവിന്റെ ദൂതന്മാരിറങ്ങട്ടെ, മുഖ്യ ദൂതന്മാരിറങ്ങട്ടെ. അവിടെ സ്വർഗീയ സൈന്യം അവിടെ 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 വ്യാപരിക്കട്ടെ. നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും ആയിരിക്കുന്നിടത്ത് അല്പസമയം മുട്ടുകുത്തി നിന്ന് ഭയഭക്തി ആദരവോടെ നമ്മുടെ മധ്യേ പരിശുദ്ധ കുർബാനയായി രാജാതി രാജാവായി കടന്നു വരുന്ന ഈശോയെ നമുക്ക് സ്വീകരിക്കാം. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. യെസ് ലോർഡ്. സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയാം യേശു, സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയ യേശു, സർവനാമത്തിലും മേലെ സർവശക്തനാകും യേശു. സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയ യേശു, സർവനാമത്തിലും മേലെ സർവശക്തനാകും യേശു. രാജാതിരാജനെ, കർത്താതി കർത്തനെ, നീ മാത്രം അമർത്യതയുള്ളവനെ. വീരനാം ദൈവമേ, അത്ഭുതമന്ത്രി ഈശോ, ഈ യുദ്ധം അങ്ങേക്കുള്ള. സൈന്യാധിപൻ യേശു, അവൻ മാത്രം ദൈവം. അധികാരിയാം ശക്തിയോടെ വിളിക്കട്ടെ ഈശോയെ. നാമത്തിലും മേലെ വിശ്വസിച്ച് വിളിക്കുന്നു ഈശോയെ. യേശു, ആരാധിച്ച് വിളിക്കുന്നു ഈശോയെ. ഞങ്ങളിതാ കരമുയർത്തുന്നു, കരമുയർത്തുന്നു, നാമത്തിലും കരമുയർത്തുന്നു ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അധികാരിയാം യേശു, സർവനാമത്തിലും മേലെ
സർവശക്തനാകും യേശു. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് രാജാതിരാജാവും പരിശുദ്ധരിൽ പരിശുദ്ധനുമായ നമ്മുടെ കർത്താവിനെ നമ്മൾ ഒന്നിച്ചൊരു മനസ്സോടെ ആരാധിക്കുകയാണ്. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ഏകരാജാവും കർത്താവുമായ ഈശോയുടെ സന്നിധിയിലാണ് നമ്മളെല്ലാം ആയിരിക്കുന്നത്. മണിപ്പൂരിലെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ, മണിപ്പൂർ ആ സംസ്ഥാനത്തിൽ കർത്താവിൻ്റെ സമാധാനം കടന്നു വരുവാൻ ദൈവജനത്തിന് ദൈവമായ കർത്താവിൽ നിന്നുള്ള സഹായവും സംരക്ഷണവും സ്വസ്ഥതയും പരിപാലനയും ലഭിക്കുവാൻ നമ്മൾ ഒന്നിച്ച് കടന്നു വന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന കൃപയുടെ സമയമാണിത്. ദിനവൃത്താന്തത്തിന്റെ 2-ാം പുസ്തകം 32-ാം അധ്യായം 20-ാം വചനത്തിൽ കണ്ടു. രാജാവായ ഹെസക്കിയായും പ്രവാചകനായ യേശയ്യായും അസിറിയ സൈന്യത്തിൽ നിന്നുള്ള സംരക്ഷണത്തിനു വേണ്ടി ദൈവജനത്തിന്റെ വിമോചനത്തിനും ദൈവജനത്തിന്റെ സമാധാനത്തിനു വേണ്ടി സ്വർഗത്തിലേക്ക് ദൈവമായ കർത്താവിന്റെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തി നിലവിളിച്ചു പ്രാർത്ഥിച്ചു. സഹോദരങ്ങളെ, ഈ കൊടിയ പ്രതിസന്ധിയിൽ നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വം ഇത് തന്നെയാണ്. മണിപ്പൂരിലെ ജനത്തിനു വേണ്ടി, പ്രത്യേകിച്ച് കുക്കികൾക്ക് വേണ്ടി, ഞാൻ പറഞ്ഞതിൽ 99% ക്രൈസ്തവരാണ് കുക്കികളിലെ. പിന്നെയുള്ളത് മേത്തീസ് ആണ്. മേത്തീസ്, നമ്മൾ ആ വിഭാഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. മേത്തികളും കുക്കികളും തമ്മിലുള്ള വംശീയ കലാപമായിട്ടാണ് ഇത് ആരംഭിച്ചത്. പക്ഷെ ഇന്ന് അത് പല വിധത്തിലും വഴിമാറിപ്പോകുന്നു. നമ്മൾ കണ്ടതുപോലെ ഏകദേശം 400ഓളം ക്രൈസ്തവ ദേവാലയങ്ങൾ തകർക്കപ്പെട്ടു. മെയ്ത്തികള് തെരഞ്ഞു പിടിച്ച് ക്രൈസ്തവ ദേവാലയങ്ങൾ അഗ്നിക്കിരയാക്കുന്നു. ഒരുപാട് ദേവാലയം നശിപ്പിക്കപ്പെട്ടു. പലപ്പോഴും ഗവൺമെന്റ് വേണ്ട വിധം ഇടപെടുന്നുണ്ടോ നമുക്കറിയത്തില്ല. പക്ഷെ കാര്യമായ ഫലപ്രദമായ ഒരു പരിഹാരവും സമാധാനവും ഈ കലുഷിതമായ ഈ സാഹചര്യത്തിൽ ഉണ്ടാകുന്നില്ല. അവിടെ സന്ദർശിച്ച പല മിഷണറിമാരും പറഞ്ഞ അനുഭവങ്ങൾ ഒത്തിരിയേറെ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തുന്നതായിരുന്നു. എൻ്റെ സഹോദരങ്ങൾ, നമ്മുടെ ക്രൈസ്തവ മക്കള് അനേകർ 10,000 വനാന്തരങ്ങളിലാണ്. വീടും നാടും ഉറ്റവരുടയവരെയും വിട്ട് അതിൽ പലരുടെയും പ്രിയപ്പെട്ടവർ മരണപ്പെട്ടു, അവർ കൊല ചെയ്യപ്പെട്ടു. ഭക്ഷണമില്ല, വെള്ളമില്ല, വേണ്ടത്ര വസ്ത്രങ്ങളില്ല. വളരെ ആശങ്കയിലും ദുരിതത്തിലും അതിലേറെ ഭയപ്പാടിലുമാണ്. ഒരുപാട് മക്കള് അഭയാർത്ഥി ക്യാമ്പുകളിലാണ്. അവർ വളരെ അസ്വസ്ഥരാണ്. 1 മക്കാബയർ 3:19 ആ അടയാള വചനം നമ്മൾ കണ്ടു. ദൈവജനത്തിന് ആവശ്യമായ ശക്തിയും സഹായവും സംരക്ഷണവും പരിപാലനയും കടന്നു വരുന്നത് ദൈവമായ കർത്താവിൽ നിന്ന് തന്നെയാണ്.
നമ്മൾ ഈ ഒരു നിമിഷത്തിൽ കരങ്ങൾ ഉയർത്തുകയാണ് കർത്താവിന് മുൻ. നിലവിളിച്ച് പ്രാർത്ഥിക്കുക, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ദൈവജനത്തിന്റെ നിലവിളികൾ, ദൈവജനത്തിന്റെ പ്രാർത്ഥനകൾ അത് നിഷ്ഫലമായി പ്രയോജനമില്ലാതെ പോകുവാൻ ഒരിക്കലും കർത്താവ് അനുവദിക്കുകയില്ല. ഈ വലിയ ബോധ്യത്തോടുകൂടി മണിപ്പൂരിൽ നമ്മുടെ ജനത്തിന് വേണ്ടി, നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ ഹൃദയ തകർച്ചയോടെ നുറുങ്ങിയ ഹൃദയത്തോടെ കരങ്ങൾ ഉയർത്തി കർത്താവേ, അവിടുന്ന് നീതി പ്രവർത്തിക്കണമേ, അങ്ങയുടെ ജനത്തെ സഹായിക്കണമേ, അവിടുത്തെ ജനത്തോട് കരുണ കാണിക്കണമേ, അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കണമേ, അവർക്ക് ധൈര്യം കൊടുക്കണമേ. കലാപ പ്രദേശങ്ങളെ, കലാപകാരികളെ കർത്താവേ, അവിടുന്ന് അവരോട് കരുണ ചെയ്യണമേ, ആത്മാവിനെ വർഷിക്കണമേ, സമാധാനം നൽകണമേ, കൃപകൾ പകരണമേ. കരമുയർത്തി ഒന്നിച്ച് വിളിക്കുന്നു ഈശോയെ, വിശ്വസിച്ച് വിളിക്കുന്നു ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ കുർബാനയിൽ നിന്ന് കർത്താവിന്റെ ശക്തി പുറപ്പെടുവാൻ, പരിശുദ്ധ കുർബാനയിൽ നിന്ന് മണിപ്പൂരിലിന്റെ മേൽ, അവിടുത്തെ ജനത്തിന്റെ മേൽ സമാധാനം ഒഴുകപ്പെടുവാൻ, അവിടെ സംരക്ഷണം ഉണ്ടാകുവാൻ, ദൈവ പരിപാലന ഉണ്ടാകുവാൻ, ദൈവ പ്രവൃത്തി വെളിപ്പെടുവാൻ നമ്മൾ ഒന്നിച്ച് വിളിക്കുന്ന ഈശോയെ, വിശ്വസിച്ച് വിളിച്ചേ ഈശോയെ, ഒന്നിച്ച് വിളിച്ചേ ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കരുണ കാണിക്കണമേ, കർത്താവേ, കരുണ ചൊരിയണമേ. സഹായം ദൈവത്തിൽ നിന്ന്, സഹായം ദൈവത്തിൽ നിന്ന്, സഹായം ദൈവത്തിൽ നിന്ന്. കർത്താവേ, കരങ്ങൾ നീട്ടിത്തരണമേ, കരങ്ങൾ നീട്ടിത്തരണമേ. മണിപ്പൂരിലെ ജനത്തിനായി കർത്താവേ, കരങ്ങൾ നീട്ടണമേ. സംരക്ഷണത്തിന്റെ കരങ്ങൾ, സമാധാനത്തിന്റെ കരങ്ങൾ, അനുഗ്രഹത്തിന്റെ കരങ്ങൾ, പരിപാലനയുടെ കരങ്ങൾ, കൃപയുടെ കരങ്ങൾ കർത്താവേ, അവിടുത്തെ ജനത്തിന് നീട്ടിക്കൊടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിളിച്ചേ, എല്ലാവരും ഒന്നിച്ച് വിളിച്ചേ, ഒരു മനസ്സോടെ വിളിച്ചേ, വിശ്വസിച്ച് വിളിച്ചേ ഈശോയെ, ഈശോയെ, ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവപിതാവിൻ ശക്തി, ഉന്നത ശക്തി വരുന്നു, സമാധാനത്തിന്റെ ശക്തി, പിതാവിൻ ശക്തി, സംരക്ഷണത്തിന്റെ ശക്തി, ഉന്നത ശക്തി വരുന്നു, ആദേശത്ത് വ്യാപരിക്കട്ടെ. പിതാവിൻ ശക്തി, എന്തൊരു ശക്തി, അത്ഭുത ശക്തി, പരിശുദ്ധാത്മ ശക്തി, എന്തൊരു ശക്തി, എന്തൊരു ശക്തി, അത്ഭുത ശക്തി, പരിശുദ്ധാത്മ ശക്തി. ഇരു കരങ്ങൾ അൾത്താരയിലേക്ക് തുറന്നു പിടിച്ച് പരിശുദ്ധ കുർബാനയിൽ നിന്ന് മണിപ്പൂരിലെ ജനത്തിന്റെ മേൽ, ആ സംസ്ഥാനത്തിലേക്ക് കലാപം പൊട്ടിപ്പുറപ്പെടുന്ന, അക്രമങ്ങൾ നടക്കുന്ന ആ ദേശാന്തരങ്ങളിലേക്ക് ഇതാ പരിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി പുറപ്പെടുകയാണ്. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. വിശ്വസിച്ച മക്കളെ, ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. ആ കലാപ പ്രദേശങ്ങളിലേക്ക്, ആക്രമിക്കപ്പെടുന്ന ദേശങ്ങളിലേക്ക് ഇതാ പരിശുദ്ധ കുർബാനയിൽ നിന്ന് കർത്താവിന്റെ ശക്തി വ്യാപരിക്കുന്നു, സമാധാനം വ്യാപരിക്കുന്നു, സംരക്ഷണം വ്യാപരിക്കുന്നു, ദൈവ പരിപാലന വ്യാപരിക്കുന്നു. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. വിശ്വസിച്ച് സ്തുതിക്കുന്നു, വിശ്വസിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കൃപ ചെയ്യണമേ, കർത്താവേ, കൃപ ചെയ്യണമേ, കർത്താവേ, കൃപ ചെയ്യണമേ, കർത്താവേ, കൃപ ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ നന്ദി, ഈശോയേ നന്ദി, ഈശോയേ നന്ദി, ഈശോയേ നന്ദി, ഈശോയേ നന്ദി. എന്റെ സഹോദരങ്ങളെ, അവിടെ 60ഓളം നിയമസഭ മണ്ഡലങ്ങളുണ്ട്. അത് 20ഓളം, ഏകദേശം 20ഓളം നിയമസഭാ മണ്ഡലങ്ങൾ വരുന്നത് ഈ കുക്കികൾ വസിക്കുന്ന മലയോര പ്രദേശങ്ങളിലാണ്. അത് ക്രൈസ്തവ ഇടങ്ങളിലാണ്. 40 എണ്ണം
ആ താഴ്വരയിലാണ്, അത് മെയ്തി വിഭാഗങ്ങളിലാണ് ഇത് കടന്നു വരുന്നത്. മലമ്പ്രദേശത്ത് നിന്ന് 10 കുക്കി MLA-മാർ അവിടെയുണ്ട്. നമ്മൾ അതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കി പ്രാർത്ഥിക്കാനാണ് ഇത് പറയുന്നത്. അതുപോലെ തന്നെ ബാക്കി മെയ്തിയിലും മറ്റ് വിഭാഗത്തിലും പെട്ട MLA-മാരാണ്. കർത്താവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കർത്താവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവേ സ്തുതിക്കുന്നു. അവിടെ കാത്തലിക്സ് ആയിട്ടുള്ളവരെ കത്തോലിക്കരായി പറയുന്ന ഏകദേശം 1 ലക്ഷം കത്തോലിക്കരാണ്. മറ്റ് ക്രൈസ്തവരെല്ലാം മറ്റ് സഭാവിഭാഗങ്ങളിലുള്ളവരാണ്. അവർക്ക് തീഷ്ണമതികളായിട്ടുള്ള ഇവാഞ്ചലൈസേഷൻ സീലുള്ള ക്രൈസ്തവരാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ നിലവിളിക്കുകയാണ്. അത് ഭരണകൂടത്തിന് വേണ്ടി, അവിടുത്തെ CM-ന് വേണ്ടി, അവിടുത്തെ മുഖ്യമന്ത്രിക്ക് വേണ്ടി, മറ്റ് മന്ത്രിമാര്, അവിടുത്തെ പൊളിറ്റിക്കൽ മറ്റ് ലീഡേഴ്സ്, മറ്റ് പൊളിറ്റിക്കൽ പാർട്ടികൾ, അതുപോലെ തന്നെ അവിടുത്തെ ജുഡീഷ്യറി, പോലീസ് ഡിപ്പാർട്ട്മെന്റുകൾ എല്ലാവരുടെ മേലും കർത്താവിന്റെ കരുണ ഒഴുകപ്പെടുവാൻ, ദൈവകൃപ കടന്നു വരുവാൻ, അവിടെ ദൈവത്തിന് സമാധാനം സ്ഥാപിതമാകുവാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഒരു നിമിഷം നിങ്ങൾ സാധിക്കുന്നവരെ കരങ്ങൾ കുരിശങ്ങളിൽ നിന്ന് വിരിച്ചു പിടിക്കുക. കർത്താവ് നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ദൈവജനത്തിന്റെ നിലവിളിയിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. ദൈവജനത്തിന്റെ നിലവിളിയിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. ലൂക്കായുടെ സുവിശേഷം 1:37. ദൈവത്തിനൊന്നും അസാധ്യമല്ല, ദൈവത്തിനൊന്നും അസാധ്യമല്ല. കരങ്ങൾ നീട്ടിപ്പിടിച്ചൊരു 3 പ്രാവശ്യം നമ്മൾ ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു പാടുകയാണ്. മണിപ്പൂരിലെ ജനത്തെ കർത്താവിന്റെ പരിശുദ്ധ ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ആ ദേശത്തും ദേശവാസികൾക്കും ഉള്ള സമാധാനവും കൃപയും അഭിഷേകവും സംരക്ഷണവും പരിപാലനയും ലഭ്യമാകുവാൻ കണ്ണുനീരോടെ കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിയോടെ കരങ്ങൾ വിരിച്ച് നമ്മൾ ഒന്നിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ ജനത്തോട് കരുണ കാണിക്കണമേ. അതിദാരുണമാ പീഡാ സഹനങ്ങളെയോർത്തും പിതാവേ ഞങ്ങളുടെ മേൽ, മണിപ്പൂരിലെ ജനത്തിന്റെ മേൽ, മുഴുവൻ മണിപ്പൂരിലെ സഭയുടെ മേൽ, മണിപ്പൂരിലെ ഗവൺമെന്റിന്റെ മേൽ കരങ്ങൾ വിരിച്ചു പിടിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു പാടുന്നു. അതിദാരുണമാ പീഡാ സഹനങ്ങളെയോർത്തും പിതാവേ ഞങ്ങളുടെ മേൽ, മണിപ്പൂരിലെ മുഖ്യമന്ത്രിയുടെ മേൽ, എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളുടെ മേൽ, ജുഡീഷ്യറിയുടെ മേൽ, പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ മേൽ കർത്താവിൽ നിന്ന് കരുണ ഒഴുകട്ടെ, ദൈവ കരുണ വ്യാപരിക്കട്ടെ. മണിപ്പൂരിലെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ നാനാജാതി മതസ്ഥർക്കായി പ്രാർത്ഥിക്കുന്നു. സമാധാനമുണ്ടാകട്ടെ, സ്നേഹം വർദ്ധിക്കട്ടെ, ഐക്യമുണ്ടാകട്ടെ. എല്ലാ വിഭാഗീയതകളും, എല്ലാവിധ കലാപങ്ങളും അക്രമണങ്ങളും ദൈവ കരുണയുടെ അനന്തശക്തിയാ നിർവീര്യമാകട്ടെ. ഒരിക്കൽ കൂടെ ഒന്നിച്ചു പാടുന്നു. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെയോർത്തും പിതാവേ ഞങ്ങളുടെ മേൽ, ലോകം മുഴുവന്റെ മേൽ, മണിപ്പൂരിന്റെ മേൽ, മണിപ്പൂരിലെ ജനത്തിന്റെ മേൽ കരുണ 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 കരുണയുണ്ടാകേണമേ. കരങ്ങൾ വീണ്ടും കർത്താവിന്റെ മുൻപിലേക്ക് തുറന്നു പിടിച്ച്, എന്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ വചനത്തിൽ കണ്ടതുപോലെ ഓരോ പ്രതിസന്ധിയെയും ദൈവജനം പ്രാർത്ഥനയാക്കി മാറ്റണം. എന്റെ സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായത്തിൽ ആ വചനം നമ്മൾ ഒന്ന് ഒരുമിച്ച് പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ മണിപ്പൂരിലെ ജനത്തിനു വേണ്ടി
പ്രത്യേകിച്ച് ക്രൈസ്തവ മക്കൾക്ക് വേണ്ടി, ഒപ്പം അവിടുത്തെ നാനാജാതി മതസ്ഥരായ എല്ലാ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി, മണിപ്പൂരിലെ ഗവൺമെന്റിന് വേണ്ടി, മണിപ്പൂരിലെ സഭയ്ക്ക് വേണ്ടി, മറ്റെല്ലാ സഭാ സമൂഹങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ ക്രൈസ്തവ വ്യത്യസ്തങ്ങളായ അവിടെ മെത്തഡിസ്റ്റുകളുണ്ട്, ഇവാഞ്ചലിസ്റ്റുകളുണ്ട്, പ്രൊട്ടസ്റ്റന്റ് സഭകളുണ്ട്, പെന്തക്കോസ്റ്റൽ സഭകളുണ്ട്, അവിടെ കത്തോലിക്ക സഭയുണ്ട്. എല്ലാ ക്രൈസ്തവ സഭ വിഭാഗങ്ങൾക്കും വേണ്ടി നമ്മൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുകയാണ്, നിലവിളിക്കുകയാണ് കർത്താവിന്റെ മുൻപിൽ. സഹായം ദൈവത്തിൽ നിന്ന്. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞേ, സഹായം ദൈവത്തിൽ നിന്ന്. ദൈവജനത്തിന് ആവശ്യമായ സഹായവും ശക്തിയും സമാധാനവും സംരക്ഷണവും പരിപാലനയും ദൈവമായ കർത്താവിൽ നിന്ന് എന്റെ സഹോദരങ്ങളെ, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായത്തില് നമ്മൾ കാണുകയാണ്, ആദിമസഭ വലിയൊരു പ്രതിസന്ധിയിലായി. 4-ാം അധ്യായം അവിടെ 1-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയാണ്, അപ്പോസ്തലന്മാർ ജനത്തോട് പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ പുരോഹിതന്മാരും ദേവാലയ സേനാധിപനും സദുക്കായരും അവർക്കെതിരെ ചെല്ലുകയാണ്. അവരെ നശിപ്പിക്കുവാൻ, തകർക്കുവാനുള്ള ഉപായം തേടി അവരുടെ അരികിലേക്ക് ചെന്നു. പിറ്റേ ദിവസം അധികാരികളും ജനപ്രമാണികളും നിയമജ്ഞരും ജെറുസലേമിൽ സമ്മേളിച്ചു. അവരെ ഒരുമിച്ചുകൂടി അപ്പോസ്തലന്മാരോട് പറഞ്ഞു. 18-ാമത്തെ വചനത്തിൽ പറയാണ്, അവർ അവരെ വിളിച്ച് യേശുവിന്റെ നാമത്തിൽ യാതൊന്നും സംസാരിക്കുകയോ പഠിപ്പിക്കുകയോ അരുതെന്ന് കൽപ്പിച്ചു. സുവിശേഷ പ്രവർത്തനങ്ങളെ ബാൻ ചെയ്യുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവാഞ്ചലൈസേഷന്, സുവിശേഷ പ്രവർത്തനങ്ങൾ, സഭ വളരുന്നത് ഇവാഞ്ചലൈസേഷനിലൂടെയാണ്. സഭ വളരുന്നത് കർത്താവിന്റെ വചന പ്രഘോഷണത്തിലൂടെയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ സുവിശേഷ പ്രഘോഷണങ്ങളെ, ദൈവരാജ്യ മിനിസ്ട്രികളെ അവർ തടയുകയാണ്. നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ പഠിപ്പിക്കരുത്, യേശുവിന്റെ നാമത്തിൽ പ്രസംഗിക്കരുത്. ഈ ഭീഷണിയുടെയും ഈ കൊടിയ പ്രതിസന്ധിയുടെയും ഈ വലിയ പീഡനത്തിന്റെയും അക്രമത്തിന് നടുവിൽ ആദിമസഭ എന്താണ് ചെയ്തത്? സഭാമക്കൾ എന്താണ് ചെയ്തത്? മണിപ്പൂരിലെ ജനത്തിനു വേണ്ടി, മണിപ്പൂരിലെ സഭയ്ക്ക് വേണ്ടി, മണിപ്പൂരിൽ സമാധാനം സ്ഥാപിതമാകുവാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ഇത് തന്നെയാ ചെയ്യേണ്ടത്. നിങ്ങൾ ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ പദ്ധതികൾക്ക് ഒരു മാറ്റവും വരുന്നില്ല. 23-24 വചനം പറയുകയാണ്, മോചിതരായ അവർ സ്വസമൂഹത്തിലെത്തി പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും പറഞ്ഞ കാര്യങ്ങൾ അവരെ അറിയിച്ചു. ഈ ഭീഷണിയുടെയും പീഡനത്തിന്റെയും അക്രമത്തിന്റെയും അനുഭവങ്ങൾ ദൈവജനത്തോട് പറയുകയാണ്. നമ്മൾ ഇന്നത് കേട്ടു കുറച്ചൊക്കെ ഈ ദിവസങ്ങളിലൊക്കെ പല പല മാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ അറിയുകയാണ്. ഇത് അറിയുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ഉത്തരവാദിത്വം എന്താ? അതിലേക്കാണ് ഈശോ നമ്മളെ നയിക്കുന്നത്. നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? 24-ാമത്തെ വചനം, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 24 വചനം പറയുന്നു, അത് കേട്ടപ്പോൾ അവരേക മനസ്സോടെ ഉച്ചത്തിൽ ദൈവത്തോട് നിലവിളിച്ചു. എന്റെ സഹോദരങ്ങളെ, ഇത് തന്നെയല്ലേ ഇന്ന് നമ്മൾ ചെയ്യേണ്ടത്? കർത്താവിന്റെ ജനത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി, ദൈവജനത്തിന്റെ വിമോചനത്തിനും സമാധാനത്തിനും വേണ്ടി നമ്മൾ ഏക മനസ്സോടെ ദൈവസന്നിധിയിൽ നിലവിളിക്കേണ്ട സമയമാണിത്. അവർ ഏക മനസ്സോട് ഉച്ചത്തിൽ നിലവിളിച്ചു. നാഥ, നമുക്ക് ആ വചനങ്ങൾ എല്ലാവരും ഉച്ചത്തിൽ ഏറ്റുപറഞ്ഞ്, എല്ലാവരും ഒരുമിച്ച് പറഞ്ഞ്, നാഥ, അല്പഗുണി സ്വരത്തിൽ എല്ലാവരും ഒരുമിച്ച്, 10,000ങ്ങളാണ്
ഈ ആരാധന ശുശ്രൂഷ ലൈവായി പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നത് നമ്മൾ ഒരുമിച്ച് എല്ലാവരും ഏറ്റുപറയുക. നാഥാ, ആകാശത്തിന്റെയും ഭൂമിയുടെയും സമുദ്രത്തിന്റെയും അവയിലുള്ള സകലത്തിന്റെയും സൃഷ്ടാവേ, ഞങ്ങളുടെ പിതാവും അവിടുത്തെ ദാസനുമായ ദാവീദിന്റെ അധരത്തിലൂടെ പരിശുദ്ധാത്മാവ് മുഖേന അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. വിജാതിയർ രോഷാകുലരാകുന്നത് എന്തിന്? ജനങ്ങൾ വ്യർത്ഥമായ കാര്യങ്ങൾ വിഭാവനം ചെയ്യുന്നത് എന്തിന്? കർത്താവിനും അവിടുത്തെ അഭിഷിക്തനും എതിരായി ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധികാരികൾ ഒരുമിച്ച് കൂടുകയും ചെയ്തു. ദൈവമേ, അവിടുന്ന് അഭിഷേകം ചെയ്ത അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിനെതിരെ ഹേരോദേസും പന്തിയോസ് പിലാത്തോസും വിജാതീയരോടും ഇസ്രായേൽ ജനങ്ങളോടുമൊപ്പം സത്യമായും ഈ നഗരത്തിൽ ഒരുമിച്ചുകൂടി അവിടുത്തെ ശക്തിയും ഹിതവും അനുസരിച്ച് നിശ്ചയിച്ചിരുന്ന കാര്യങ്ങൾ നിറവേറുന്നതിന് വേണ്ടിയാണ് അവർ പ്രകാരം ചെയ്തത്. അതിനാൽ കർത്താവേ, അങ്ങയുടെ ജനത്തിനെതിരായിട്ടുള്ള അവരുടെ ഭീഷണികളെ അവിടുന്ന് ശ്രദ്ധിക്കണമേ. ദൈവമായ കർത്താവേ, അങ്ങയുടെ ജനത്തിനെതിരായിട്ടുള്ള എല്ലാ ഭീഷണികളെയും എല്ലാ ആക്രമണങ്ങളെയും എല്ലാ പീഡനങ്ങളെയും എല്ലാവിധ കലാപങ്ങളെയും അവിടുന്ന് ശ്രദ്ധിക്കണമേ. അങ്ങയുടെ ജനത്തിന് നീതി നടത്തി കൊടുക്കണമേ. അവിടുത്തെ ജനത്തിന് സമാധാനം നൽകണമേ. കർത്താവേ, അങ്ങയുടെ ജനത്തിന് ആശ്വാസം നൽകണമേ. സുരക്ഷിതത്വം നൽകണമേ. പരിപാലനം നൽകണമേ. ഹല്ലേലൂയ. മണിപ്പൂരിന് വേണ്ടി അവിടുത്തെ ഗവൺമെന്റിന് വേണ്ടി സഭയ്ക്ക് വേണ്ടി മറ്റ് ക്രൈസ്തവ സമൂഹങ്ങൾക്ക് വേണ്ടി സഭാ നേതൃത്വത്തിന് വേണ്ടി നാനാജാതി മതസ്ഥർക്ക് വേണ്ടി ദൈവജനം മുഴുവന് വേണ്ടി കുക്കീസിന് വേണ്ടി മേത്തിക്ക് വേണ്ടി ഞങ്ങൾ നിലവിളിക്കുന്നു. കർത്താവേ, സമാധാനം സ്ഥാപിക്കണമേ. അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. എല്ലാ കലാപകാരികളിലും ദൈവ സ്നേഹം നിറയട്ടെ. കരമുയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു ഈശോയെ. വിളിച്ച മക്കളെ വിളിച്ച് സംഘം തുറന്ന് വിളിച്ച് ഇതാ ശക്തി പുറപ്പെടുന്നു. പരിശുദ്ധ കുർബാനയിൽ നിന്ന് ഇതാ ശക്തി പുറപ്പെടുന്നു. മണിപ്പൂരിന്റെ മേൽ, അവിടുത്തെ സഭയുടെ മേൽ, ദൈവജനത്തിന്റെ മേൽ, ഗവൺമെന്റിന്റെ മേൽ ദൈവശക്തി വ്യാപരിക്കുന്നു. സമാധാനത്തിന്റെ അഭിഷേകം ഒഴുകുന്നു. കൃപയുടെ ആത്മാവ് വെളിപ്പെടുന്നു. എല്ലാവരും കരമുയർത്തി ഒന്നിച്ച് വിളിക്കുന്നു ഈശോ. വിളിച്ച് പ്രാർത്ഥിച്ച മക്കളെ എല്ലാവരും ഒരുമിച്ച് വിളിച്ച് ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു. കർത്താവേ സ്തുതിക്കുന്നു. കർത്താവേ സ്തുതിക്കുന്നു. സമാധാനം നൽകണമേ. സ്വസ്ഥത നൽകണമേ. ആശ്വാസം നൽകണമേ. സംരക്ഷണം
സംരക്ഷണം നൽകണമേ. ഇതിന്റെ പുറകിലുള്ള എല്ലാ പൈശാചിക ശക്തികളും, ഇരുട്ടിന്റെ വ്യാപാരങ്ങളും, എല്ലാ തിന്മയുടെ രൂപികളും ദിവ്യ കാരുണ്യത്തിന് അനന്ത ശക്തിയാൽ, പരിശുദ്ധ കുർബാനയുടെ അനന്ത അഭിഷേകത്താൽ നിർവീര്യമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഒരു നിമിഷം കർത്താവിന്റെ സന്നിധിയിൽ കരങ്ങൾ പരസ്പരം കോർത്തുപിടിച്ച്, കൈകൾ പരസ്പരം കോർത്തുപിടിക്കുക. സഹോദരി സഹോദരങ്ങളെ, കണ്ണുനീരോടെ കരങ്ങൾ ഒരു പ്രാർത്ഥനയുടെ കോട്ട കെട്ടുക. മണിപ്പൂരിലെ സഭയ്ക്ക് വേണ്ടി, മണിപ്പൂരിലെ ജനത്തിനു വേണ്ടി, മണിപ്പൂരിലെ ഗവൺമെന്റിനു വേണ്ടി പ്രാർത്ഥിച്ച് കോട്ട കെട്ടുക. ആരാധിച്ചുകൊണ്ട് കോട്ട കെട്ടുക. നിലവിളിച്ചുകൊണ്ട് കോട്ട കെട്ടുക. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്ന സമയം, പരിശുദ്ധാത്മാവ് ഇടപെടുന്ന സമയം, കർത്താവിന്റെ പക്ഷത്തുണ്ടെങ്കിൽ ആ വരികൾ നമ്മൾ പാടുകയാണ്. കർത്താവിന്റെ ശക്തി വെളിപ്പെടുകയാണ്. സർവശക്തനായ കർത്താവിന്റെ ശക്തി വ്യാപരിക്കുന്നു. സകലത്തിനെയും അതിനാഥനായ കർത്താവിൽ നിന്ന് ഇതാ സമാധാനം പുറപ്പെടുന്നു. റിലീസ്. കരങ്ങൾ കോർത്തു പിടിച്ച്, കോർത്തു പിടിച്ച്. ഈശോയേ, ഈശോയേ. സൈന്യനീര പോലെ എന്നെ വളഞ്ഞാലും ദൈവത്തിന്റെ കരം എന്നെ കരുതും. വൈരികളൊന്നായി എന്നെ എതിർത്താലും യേശുവിനായി ഞാൻ. കർത്താവേ, സംരക്ഷണം നൽകണമേ. അസ്രിയക്കാരുടെ പാളയത്തിലേക്ക് ദൂതനെ അയച്ചതുപോലെ ശത്രുവിന്റെ കോട്ടകളിലേക്ക് കർത്താവേ ദൂതന്മാരെ അയക്കണമേ. സമാധാനം നൽകണമേ, സംരക്ഷണം നൽകണമേ. സൈന്യനിര പോലെ എന്നെ വളഞ്ഞാലും ദൈവത്തിന്റെ കരം എന്നെ കരുതും. വൈരികളൊന്നായി എന്നെ എതിർത്താലും യേശുവിനായി ഞാൻ പൊരുതും. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ച് ഈ വചനത്തിന്റെ അഭിഷേകം മണിപ്പൂരിലെ ജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. റിലീസ് ലോ, റിലീസ്. ആരെനിക്ക് എതിരു നിൽക്കും? കർത്താവിന്റെ നീതി നടത്തണമേ, നീതി നടത്തണമേ. അവിടുത്തെ ജനത്തിന് നീതി നടത്തി കൊടുക്കണമേ. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ച് ആരെന്നും വഴി നടക്കും. കർത്താവിന്റെ കരം പിടിച്ച് നടക്കും. കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. ഒരിക്കൽ കൂടെ കരങ്ങൾ കോർത്ത് പിടിച്ച്, ആ കോർത്ത് പിടിച്ച കരങ്ങൾ എല്ലാവരും ഉയർത്തിപ്പിടിച്ച് നമ്മൾ മണിപ്പൂരിന് വേണ്ടി കോട്ട കെട്ടുകയാണ്. ഈ സമയം കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് കോട്ട പണിയുക. കോട്ട പണിയാൻ വിളിക്കപ്പെട്ടവരാ നമ്മൾ. കോട്ട പണിയുവാനോ കോട്ടയുടെ വിള്ളലിൽ നിലയുറപ്പിക്കുവാനോ ഞാൻ അവരുടെ ഇടയിൽ ആളുകൾ അന്വേഷിച്ചു, എന്നാൽ ആരെയും ഞാൻ കണ്ടില്ല. ഇന്ന് കർത്താവിന്റെ വലിയ വേദനയാണ്. തന്റെ സഭയിലേക്ക് കർത്താവ് നോക്കുകയാണ്. സഹോദരങ്ങളെ, പ്രാർത്ഥിച്ച് കോട്ട പണിയുവാൻ, കോട്ടയുടെ വിള്ളലിൽ നിലയുറപ്പിക്കുവാൻ കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ. കരങ്ങൾ കോർത്തു പിടിച്ച് മണിപ്പൂരിലെ ഗവൺമെന്റിന് വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനത്തോടും വിവേകത്തോടും ഈ പ്രതിസന്ധിയെ പരിഹരിക്കുവാൻ, അവിടുത്തെ ഗവൺമെന്റ് പ്രചോദിക്കപ്പെടുവാൻ, കർത്താവിന്റെ ആത്മാവിനാൽ അവിടുത്തെ മുഖ്യമന്ത്രി പ്രചോദിതനാകുവാൻ, അവിടുത്തെ മന്ത്രിമാരൊക്കെ പ്രചോദിപ്പിക്കപ്പെടുവാൻ, കർത്താവിനാൽ അവർ ഉണർത്തപ്പെടുവാൻ, കർത്താവിനാൽ ഉത്തേജിക്കപ്പെടുവാൻ. സൈറസിനെ കർത്താവ് പ്രചോദിപ്പിച്ചതുപോലെ, പേർഷ്യൻ രാജാവായി സൈറസിനെ പ്രചോദിപ്പിച്ചതുപോലെ, ആർത്തറക്സസിനെ പ്രചോദിപ്പിച്ചതുപോലെ, ഫറവയെ ഉണർത്തിയതുപോലെ മണിപ്പൂരിലെ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരെല്ലാം കർത്താവിൽ ഉണർത്തപ്പെടുവാനായിട്ട്, അവിടുത്തെ വലിയ ഗവൺമെന്റ് ഒഫീഷ്യൽസ്, ജുഡീഷ്യറി, പോലീസ് ഡിപ്പാർട്ട്മെന്റ്, ഇതെല്ലാം പ്രചോദിതമാകാൻ നമ്മൾ കരങ്ങൾ കോർത്തു പിടിച്ച് ഒരിക്കൽ കൂടെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ ഈ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെയോർത്തെന്നും അപ്പാ പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ ലോകം കൃപയായിരിക്കണമേ, കൃപയായിരിക്കണം, കൃപയായിരിക്കണം. മണിപ്പൂരിലെ ഗവൺമെന്റിനോട് കരുണയായിരിക്കണമേ. അവിടുത്തെ CM-ന്റെ മേൽ, മറ്റെല്ലാ മിനിസ്റ്റേഴ്സിന്റെ മേൽ കരുണയായിരിക്കണമേ. കരുണയുണ്ടാകേണമേ. ഒന്നിച്ച് നിലവിളിച്ച കർത്താവിനോട് കരുണയുണ്ടാകേണമേ. സഹോദരങ്ങളെ, മണിപ്പൂരിലെ സഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. മണിപ്പൂരിലെ സഭയ്ക്ക് വേണ്ടി ഇവിടുത്തെ ഇംഫാൽ ആർച്ച് ബിഷപ്പ് റോബർട്ട് പിതാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. മറ്റ് പിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മറ്റ് ക്രൈസ്തവ സഭാ വിഭാഗങ്ങൾ, സഭാ നേതൃത്വം, നമ്മൾ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മ ധൈര്യം അവർക്ക് ലഭിക്കാൻ, പരിശുദ്ധാത്മ ജ്ഞാനം കിട്ടാൻ, അവർ പരിശുദ്ധാത്മാവിനാൽ സംരക്ഷിതരാകുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ ധീരമായ പ്രചോദനത്താൽ ഈ പ്രതിസന്ധികളെ പരിഹരിക്കുമാറ് ദൈവശക്തി അവരിലൂടെ ആ ദേശത്ത് വെളിപ്പെടുവാൻ മണിപ്പൂരിലെ സഭയ്ക്കും സഭാ നേതൃത്വത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ കോർത്തുപിടിച്ച കരങ്ങൾ ദിവ്യകാരുണ്യ സന്നിധി ഉയർത്തിപ്പിടിച്ച് നമ്മൾ ഒന്നിച്ചു പാടുന്നു. ഈശോയുടെ അതിദാരുണമാ ഈശോയെ മണിപ്പൂരിലെ സഭയ്ക്ക് വേണ്ടി കർത്താവേ കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കരുണ ഒഴുകട്ടെ അപ്പാ, അവിടുത്തെ തിരുഹൃദയത്തിൽ നിന്ന് കരുണ ഒഴുകപ്പെടട്ടെ, ഒഴുകപ്പെടട്ടെ. മണിപ്പൂരിലെ സഭയെ ശക്തിപ്പെടുത്തണമേ, മണിപ്പൂരിലെ സഭയെ ശക്തിപ്പെടുത്തണമേ. മണിപ്പൂരിലെ സഭയ്ക്ക് സമാധാനം നൽകണമേ, ആശ്വാസം നൽകണമേ. കരുണയുണ്ടാകേണമേ. ഒരുമിച്ച് കരുണയുണ്ടാകേണമേ. അപ്പം എൻ്റെ സഹോദരങ്ങളെ, നമ്മളെ കുക്കി എന്ന് വിളിക്കുന്ന ക്രൈസ്തവ വിഭാഗത്തിന് വേണ്ടി, ഗോത്രവിഭാഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ ജ്ഞാനം അവരിൽ നിറയാൻ, ആക്രമണത്തിൻ്റെ, വിദ്വേഷത്തിൻ്റെ, അവിടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ അവർ ആക്രമിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ വേദനയുടെ എല്ലാ മുറിപ്പാടുകളും മാറി കർത്താവിൻ്റെ സ്നേഹവും സമാധാനവും ആ മക്കളിൽ നിറയുവാൻ വേണ്ടി, കുക്കി ഗോത്രവിഭാഗത്തിന്റെ മേൽ ദൈവകരുണ ഒഴുകപ്പെടാൻ വേണ്ടി, സമാധാനം ഉണ്ടാകാൻ വേണ്ടി കോർത്തിപ്പിടിച്ച കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമ്മൾ ഒന്നിച്ചു പാടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ കുക്കി ഗോത്രവിഭാഗത്തോട് കരുണ കാണിക്കണമേ. കർത്താവേ, അവർക്ക് സൗഖ്യം കൊടുക്കണമേ, ഹീലിംഗ് കൊടുക്കണമേ, ഡെലിവറൻസ് കൊടുക്കണമേ, സമാധാനം കൊടുക്കണമേ. നഷ്ടപ്പെട്ടവരെ പ്രതിയുള്ള വേദനകൾ കർത്താവേ നീ അവരെ ആശ്വസിപ്പിക്കണമേ, ആശ്വസിപ്പിക്കണമേ. ഈശോ, ഈശോ സമാധാനത്തിന്റെ രാജാവായി ഈശോ അവരിൽ ഭരണം നടത്തണമേ. മേത്തി വിഭാഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പലപ്പോഴും അവരിൽ നിന്ന് പല വിധത്തിൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്നു. അവരിൽ സമാധാനം ഉണ്ടാകാൻ, ആക്രമണ സ്വഭാവങ്ങൾ, കലാപത്തിന്റെ പീഡകളെല്ലാം വിട്ടൊഴിഞ്ഞു പോയി സ്നേഹത്തിന്റെ, സ്വസ്ഥതയുടെ, ഐക്യത്തിന്റെ അഭിഷേകം ഉണ്ടാകാൻ മേത്തി ഗോത്ര വിഭാഗത്തിന് വേണ്ടി കോർത്തുപിടിച്ച കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമ്മൾ ഒരിക്കൽ കൂടെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ കരുണ ചൊരിയണമേ. ഈശോയുടെ അതിദാരുണമാ കർത്താവേ കരുണ കാണിക്കണമേ. സഹനങ്ങളെ ഓർത്തെന്നും അപ്പാ പിതാവേ എല്ലാ കലാപകാരികളുടെ മേൽ കരുണൊഴുകട്ടെ, എല്ലാവിധ അക്രമകാരികളുടെ മേൽ കരുണൊഴുകട്ടെ, ദൈവ കരുണൊഴുകട്ടെ. അവരിൽ സമാധാനമുണ്ടാകട്ടെ, കലാപത്തിന്റെ ദുരാത്മാക്കൾ വിട്ടുപോകട്ടെ, പൈശാചിക പിടകൾ വിട്ടുപോകട്ടെ, സമാധാനത്തിന്റെ, സ്നേഹത്തിന്റെ, ഐക്യതയുടെ അഭിഷേകം നിറയട്ടെ.
ഉണ്ടാകേണമേ. സഹോദരങ്ങളെ, ഫൈനൽ ബ്ലെസ്സിങ്ങിന് തൊട്ട് മുൻപ് നിങ്ങൾ എല്ലാവരും ഒന്ന് മുട്ടുകുത്തി നിന്ന് മണിപ്പൂരിൽ ഈ കലാപത്തിൽ മരിച്ചുപോയ എല്ലാവരുടെ ആത്മാക്കള്, ഒത്തിരി ക്രൈസ്തവ സഹോദരങ്ങള്, മറ്റ് മതത്തിൽപ്പെട്ടവരെല്ലാം മരണപ്പെട്ടിട്ടുണ്ട്. അവരുടെ നിത്യ സൗഭാഗ്യ പ്രവേശനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ആക്രമണങ്ങളിലൂടെയും കലാപത്തിലൂടെയും പലവിധ പീഡനങ്ങളിലൂടെയും മരണപ്പെട്ടുപോയ എല്ലാവരുടെയും ആത്മാക്കൾക്ക് വേണ്ടി, നമ്മുടെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി, അവരെല്ലാം നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടാൻ വേണ്ടി കർത്താവായ ഈശോയുടെ തിരുബലിയുടെ അനന്ത യോഗ്യതകളിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ അമ്മയോട്, വിശ്വാസ പിതാവിനോട്, സകല വിശുദ്ധരോടും ചേർന്ന് എല്ലാവരും ഒരിക്കൽ കൂടെ കരങ്ങൾ പൂർണ്ണമായും വിരിച്ചു പിടിക്കുക. നിങ്ങൾ വിരിച്ചു പിടിക്കുക. ആ കലാപത്തിലൂടെ, അക്രമത്തിലൂടെ എല്ലാം മരണപ്പെട്ടു പോയ എല്ലാ സഹോദരി സഹോദരങ്ങളും നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കപ്പെടുവാൻ നമ്മൾ ഒന്നിച്ച് കരം വിരിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവേ, കൈക്കൊള്ളണമേ ഞങ്ങളയക്കും പ്രാർത്ഥനകൾ. നിൻ തിരുസുധനാ ഈശോ വഴിയാ കൈക്കൊള്ളണമേ. അവരെ സ്വീകരിക്കണമേ, നിത്യജീവനിലേക്ക് സ്വീകരിക്കണമേ. നിൻ തിരുസുധനാ ഈശോ വഴിയാ കൈക്കൊള്ളണമേ പ്രാർത്ഥനകൾ. ആമേൻ. സഹോദരങ്ങളെ, അടുത്ത 2 ദിനങ്ങൾ, തിങ്കൾ ചൊവ്വ, ഈ ദിനങ്ങളിൽ ഇന്ത്യൻ സമയം രാത്രി 9 മുതൽ 10:30 വരെ നമ്മൾ മണിപ്പൂര് ഈ വിഷയത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രയർ ഫോർ മണിപ്പൂർ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ഈ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മണിപ്പൂരിന് വേണ്ടി പ്രാർത്ഥിക്കുക, നിലവിളിക്കുക. കണ്ടോ, നിങ്ങൾ അതിലേക്ക് നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യണം. മണിപ്പൂരിന് വേണ്ടി എന്തെങ്കിലും വിധത്തിൽ സഹായിക്കാൻ താല്പര്യമുള്ളവരെ നിങ്ങൾ നിങ്ങളുടെ ആ സന്നദ്ധത ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ അറിയിക്കുക. ജപമാല ചൊല്ലി, കരണക്കൊന്ത ചൊല്ലി, ത്യാഗങ്ങൾ ഏറ്റെടുത്ത് വിവിധങ്ങളായ വിധത്തിൽ ഈ ജനത്തിന് വേണ്ടി നിലവിളിക്കുവാനുള്ള നിങ്ങളുടെ പ്രതിബദ്ധതയും സ്നേഹവും നിങ്ങൾ ഈ വാട്സപ്പ് നമ്പറിലേക്ക് അറിയിക്കണം. നമുക്കങ്ങനെ വലിയൊരു പ്രാർത്ഥനയുടെ കളക്ഷൻ ഈ ജനത്തിൻ്റെ സമാധാനത്തിനും വിമോചനത്തിനു വേണ്ടി ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. നിങ്ങളത് മറക്കരുതേ, ഉപേക്ഷ കാണിക്കരുതേ. തുടർന്നുള്ള ദിനങ്ങളിലും ഈ വാട്സപ്പ് നമ്പർ ഡിസ്പ്ലേ ചെയ്യും. നിങ്ങളതിലേക്ക് നിങ്ങളുടെ തീരുമാനങ്ങളും നിങ്ങളുടെ സഹായത്തിൻ്റെ സന്നദ്ധതയും നിങ്ങൾ അറിയിക്കണം. നമുക്ക് ഈശോ നൽകുന്ന ആശീർവാദം മണിപ്പൂരിൻ്റെ സഭയ്ക്കും ഗവൺമെൻറ്റിനും അവിടുത്തെ ജനത്തിനും വേദനിച്ച് ദുരിതത്തിലായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഈ ആശീർവാദം നമുക്ക് സ്വീകരിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂകണമേ വത്സല സുതനിൽ. നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യ. കരങ്ങൾ ഉയർത്തി കർത്താവ് തരുന്ന ഈ ആശീർവാദം നമുക്ക് വേണ്ടിയും മണിപ്പൂരിലെ ജനത്തിന് വേണ്ടിയും അവിടുത്തെ ഗവൺമെന്റിന് വേണ്ടിയും അവിടുത്തെ അധികാരികൾക്ക് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും വേദനിച്ച് ദുരിതത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്വീകരിച്ചുകൊണ്ട് വിളിക്കുന്നു. ഈശോയേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, സമാധാനം അരുളണമേ,
ആശ്വാസം നൽകണമേ. രക്ഷയുടെ കരങ്ങൾ നീട്ടി തരണമേ. ഈശോയെ 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 സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.